വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഈസ് വെൽക്കം. മറക്കണ്ട നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, ഹലോ. പറയൂ, ആരാണ്? കേൾക്കാം, പറയൂ. എന്റെ പേര് മുർഷിദ് എന്നാണ്. മുർഷിദ്, അസ്സലാമലൈക്കും. അറബി വിളിച്ച വേണോ? ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ്. ഓക്കെ. എക്സ് മുസ്ലിം ആണോ? അല്ലല്ല, മുസ്ലിം തന്നെയാണ്. ഓക്കെ. ഇതിലുള്ള കുറെ ആശയങ്ങളോട് എതിർപ്പുള്ള ഒരാളാണ് കുട്ടിയാകുമ്പോ മുതലേ. എതിർപ്പുള്ള ആശയം ഒരെണ്ണം പറയൂ, ഉദാഹരണം ഒന്നറിയാം. ഞാൻ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 12 വരെ മദ്രസ പഠിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോ നമ്മളൊരു സാറാണ്, ആരിഫ് സാർ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോ സാറിന്റെ ഫാനാണ്, വിപിൻ സാർ എന്ന് പറയും. വിപിൻ ഒരു തവണ നിങ്ങൾക്ക് വിളിച്ചിട്ട് ആള് സംസാരിക്കാൻ കുറെ കാര്യം ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് വിളിച്ചപ്പോ മറന്നുപോയി, പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. ഓ, ഹായ് വിപിൻ, സോറി. ഇനി ഇതേപോലെ ലൈവ് ഉള്ളപ്പോ വിളിക്കും. ഭയങ്കര ഫാനാണ് നിങ്ങളുടെ. ശരി. എപ്പോഴും സാറിന്റെ റൂമിൽ പോയി കഴിഞ്ഞാല് ആരിഫ് സാറെ വീഡിയോസ് ആണ് കണ്ടിരിക്കാറ്. പല ആളുകൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കൗതുകം തോന്നിട്ട് വിളിച്ചതാണ്. ഞാൻ ഇന്നാണ് ആക്ച്വലി കേൾക്കുന്നത്. ഫസ്റ്റ് തന്നെ കോള് കിട്ടിയതിൽ സന്തോഷം. ഓ, ഓക്കെ, താങ്ക് യു. വിളിച്ചാലും നമുക്കും വലിയ സന്തോഷം. എന്താണ് നിങ്ങൾ കണ്ട ആശയം? ഒന്ന് രണ്ടെണ്ണം പറയൂ, ഒരു ഉദാഹരണം. ഞാന് ഇപ്പൊ ഇതില് ഞാൻ ഇന്ന് കോള് കോയ കോളിങ് പണ്ടത്തെ കുറെ കേട്ടപ്പോ എനിക്ക് മുസ്ലിം ആണെങ്കിൽ പോലും എനിക്ക് മതത്തിനോട് ഇതൊന്നുമില്ല. അപ്പൊ എന്റെ ഉമ്മ പഠിപ്പിച്ചു തന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ മദ്രസിൽ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നബിനെ നമ്മൾ ഉമ്മയെക്കാളും സ്നേഹിക്കണം എന്ന് പറഞ്ഞു കൊടുത്താണ് ഞാനിത് ഇതിനെ എതിർത്ത് തുടങ്ങുന്നത് ഫസ്റ്റ്. ഓഹോ, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ മനസ്സിലപ്പോ ഉണ്ടായിരുന്നു, എന്തിനാ അങ്ങനെ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ചോദിച്ചൊന്നുമില്ല, അങ്ങനെ തോന്നി. പിന്നെ എനിക്കിതില് എതിർപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ലൈക്ക് ഇപ്പോ നമ്മളുടെയൊക്കെ 20s ഉള്ളപ്പോ യങ് ആയിട്ടുള്ള സ്ത്രീകള്, അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങള്, സ്വപ്നങ്ങളൊന്നും ഫോളോ ചെയ്യാന് ഈ മതം കുറെ ബാരിക്കേഡാവുന്നത് പോലെ അതായത് എനിക്ക് തോന്നി. അപ്പോ അതിലൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം, അങ്ങനത്തെ കാര്യങ്ങളൊന്ന് കുറച്ച് ആളുകൾ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഇപ്പോ എന്താ പറയാ, നമ്മളുടെ ഒരു വലിയൊരു ബിഗ് ഫാമിലി നാട്ടിലേക്കുള്ള ഹാജിയര് അങ്ങനെയൊക്കെ പറയുന്ന ഫാമിലീസിലുള്ള കുട്ടികൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഒരു അധ്യാപകനാണ്. അപ്പൊ നമ്മളും കുറെ കുട്ടികൾ സംസാരിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളും കൂടിയാണ്. ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിൽ. മലപ്പുറം. അത് ഞാൻ വേറെ ചോദിക്കാണ്ട്, ഇത് പറയൂ. അപ്പൊ അവിടെ ഇപ്പൊ കുട്ടികളെ അപ്പൊ തുടക്കം മുതൽ ഞാൻ കുട്ടിയാകുമ്പോ കേട്ടിരുന്ന ഒരു കാര്യമായിരുന്നു, ഈ ഇപ്പൊ ഈ പ്രസവം എടുക്കുന്ന, ഇപ്പൊ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റർ ആണല്ലോ, പ്രസവം എടുക്കുന്ന സമയത്ത് സ്ത്രീ ആണോ ഡോക്ടർ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന ഹാജിമാരും മൗലവിമാരും ഉസ്താദുമാരൊന്നും അവരുടെ വീട്ടിലുള്ള കുട്ടികളെ ഒരു ഡോക്ടറാവാൻ പഠിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളില്ല. ഒരു 12th ആവുമ്പോഴേക്കും 10th ആവുമ്പോഴേക്കും കല്യാണം കഴിച്ചോളൂ. ഒരു 10-15 കൊല്ലം മുന്നത്തെ കാര്യം. ഇപ്പോ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മൾ 18 വയസ്സ് നിർബന്ധമാക്കിയതിനു ശേഷം അതിൽ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ പോലും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം, ഒരു വീട്ടിലൊരു ഇതേപോലത്തെ ഒരു വലിയ വീട്ടില് ഒരു 15-16 വയസ്സായിട്ടുള്ള ആൺകുട്ടിക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം, ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയില് ആ പ്രായത്തിലുള്ള കുട്ടികൾ പെൺകുട്ടികളാകുമ്പോ മതപരമായിട്ടല്ലാതെ തന്നെ നേരിടുന്ന കുറെ വെല്ലുവിളികളുണ്ട്. ഇപ്പൊ ലേറ്റ് ആയിട്ട് വീട്ടിൽ വരും, ഒരു 10 മണിക്ക് ശേഷം ഒരു 15-16 വയസ്സ് ആൺകുട്ടി വരുന്ന അത്ര കംഫർട്ട് അല്ല പെൺകുട്ടി. അതിനെ കുറിച്ചിട്ടല്ല കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. അതല്ലെങ്കിൽ പോലും മതപരമായിട്ട് ഒരു വേർതിരിവ് ഒരു പെൺകുട്ടിക്ക് കാണിക്കുന്ന ഇത് മതത്തിൽ നന്നായിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഈ കോളില് കേൾക്കുകയാണെങ്കിൽ അത് കുറച്ച് ആളുകൾ കേട്ട ആ വീട്ടിലുള്ള കുട്ടികൾക്ക് അതൊരു ഉപകാരമാവും. തീർച്ചയായിട്ടും. ഒരു മാറി ചിന്തിക്കാൻ പറ്റുന്നൊരു ആളുകളാണെങ്കിലും. എനിക്ക് നിങ്ങളെപ്പോലുള്ള ആളുകളോട് വലിയ ബഹുമാനമാണ്, ഉള്ള കാര്യം പറയാമല്ലോ. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്ന്, നമ്മളുടെയൊക്കെ, അതായത് എൻ്റെയും കൂടി സമുദായമാണല്ലോ ഈ ഇസ്ലാമിക മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. പക്ഷേ ഇതുപോലെ
വിഷയങ്ങളിൽ ഒരു ഓപ്പണായിട്ട്, അതിപ്പോൾ മതത്തിനെതിരെ പറയുന്നിടത്താണെങ്കിലും അത് പറയുന്നവരായിട്ട് മുന്നോട്ട് വരുന്നൊരു സമുദായം അതായിട്ട് നമുക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് പേരിട്ടിട്ട് ഇവിടെ നമ്മളൊന്നും വരേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ നമ്മൾ കണ്ടത് ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളെ കൊന്നു കുഴിച്ചു കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതാണ് ഈ ചേകന്നൂർ മൗലവിയുടെയൊക്കെ വിഷയം. അപ്പോൾ ഓരോ വിഷയവും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു പ്രശ്നം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നിടത്താണ് നമ്മളിത് ഇങ്ങനെ ഓപ്പണായിട്ട് പറയേണ്ടി വരുന്നതും. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ വരുമ്പോൾ നമുക്ക് നിങ്ങളോട് ബഹുമാനം, കാരണം നിങ്ങൾക്ക് ഇത് തുറന്നു പറയാനുള്ളൊരു സ്പേസും കൂടിയാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിത് വളരെ വൈസായിട്ട് അത് ഉപയോഗിച്ച് ഇതുപോലെ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതിൽ വളരെയധികം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതിൽ നിങ്ങൾക്ക് നന്ദിയുണ്ട്. പിന്നെ നിങ്ങളോടുള്ള ബഹുമാനം നമുക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിലൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ആംഗിളിൽ നിങ്ങൾ ഈ വിഷയം പറയുമ്പോൾ, ഇപ്പോൾ ഈ പ്രസവവുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് പറയുമ്പോൾ മലപ്പുറത്ത് ഇത് വ്യാപകമാകുന്നു എന്നും കൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? പക്ഷേ ഇതേ മലപ്പുറത്ത് തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ പറയുമ്പോൾ, എവിടെയാണ് ഈ മലപ്പുറത്ത് ഈ പ്രശ്നം, അതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് ഇതിൻ്റെ ഈ ഒരു വിഷയം നടക്കുന്നത് ഏത് തലത്തിലാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വിദ്യാലയങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെ അപ്രോച്ചിലൊക്കെ, സ്ത്രീകൾ പെൺകുട്ടികളുടെ അപ്രോച്ചിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടില്ലേ? ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പോ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ഇപ്പൊ മാറ്റങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അതിന് കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ തുറന്ന് സംസാരിച്ച് അതിനെ എന്താ ചുവന്നെടുക്കുക എന്ന് പറയൂലേ, അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇപ്പോ ഇതിലിപ്പോ പല കാര്യങ്ങളും ഒരുപാട് പേർക്ക് ചോദിക്കാന് ഉള്ള കാര്യങ്ങളിലാണ് ഇതിൽ ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടികൾ ആരിഫ് സാർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ എന്തുണ്ട്, ഇപ്പൊ ഒരു 80% മുസ്ലിങ്ങളും ഇതിലിപ്പോ നിങ്ങൾ പറയുന്ന തീവ്രവാദികളാണ് എന്ന് പറയുന്നത് പോലെ, അതായത് മുസ്ലിം ഇത് അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ കാഫറുകളെ കൊല്ലണം, അങ്ങനത്തെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊക്കെ നമ്മളെ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ വളരെ കുറവാണ്. നോർത്തിലെ കാര്യങ്ങളൊന്നും അറിയില്ല, കേട്ടിട്ടുണ്ട് അങ്ങനെ. അപ്പൊ നമുക്കത് പരിചയമില്ലല്ലോ. ഇവിടൊക്കെ ഇപ്പൊ കാഫറുകളെ കൊല്ല അങ്ങനത്തെ ഇതൊന്നുമില്ല. പക്ഷെ നമ്മൾ നേരിടുന്ന കുറെ പൊളിറ്റിക്കല് കാര്യങ്ങളുണ്ട്. ലൈക്ക് അത് വലിയ, ഫോർ എക്സാമ്പിൾ സ്റ്റേജിൽ നിന്ന് പെൺകുട്ടി ഇറക്കി വിടുന്നു. സ്റ്റേജിൽ നിന്ന് കയറാൻ പാടില്ല, തട്ടം അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനത്തെ കുറെ നിബന്ധനകളുണ്ട്. ഇപ്പോ ഞാൻ കുട്ടിയായിരുന്ന സമയത്തൊക്കെ നമ്മള് ഇപ്പൊ ഒരു +2 പഠിക്കുന്ന സമയത്ത് നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് പോകും. അത് മുട്ടിന്റെ മുകളിലേ ഉണ്ടാവുള്ളൂ. അതിപ്പോ നമ്മള് നല്ല സാധാ ഈ നല്ല ക്ലോത്ത് തന്നെ ബ്രാൻഡഡ് ഒക്കെ ആയിട്ട് തന്നെ വാങ്ങിയിട്ടിടുന്നത്. അതായത് 4 ആളുടെ ഇടയിലേക്ക് ഇടാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ പറയുന്നത്. അങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാലും അവിടെ ഇങ്ങനെ നമ്മളുടെ നാട്ടിലുള്ള ആളുകൾ പറയും, എന്താ ഔറത്ത് കാണാന്ന് പറയുമല്ലോ, ഔറത്ത് കാണിക്കുക. ഔറത്ത് പറഞ്ഞാൽ ഒരു മുസ്ലിമിൽ പറയുന്നത് പൂക്കളുടെ മുട്ടിന്റെ ഇടയിലുള്ളതാണ് ഒരു പുരുഷന്റെ ഔറത്ത്. അപ്പൊ അത് കാണിച്ച് നടക്കുക പറഞ്ഞിട്ട് നമ്മളെ ഇതാക്കും. ഈ പറയുന്ന ഈ കാക്കമാര് അവരുടെ മുണ്ട് മടക്കി കുത്തിയിട്ട് ഉള്ളിലുള്ള ഇന്നവേഴ്സ് കാണുന്ന രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. എന്നിട്ട് അവരുടെ വർത്തമാനങ്ങൾ ഇങ്ങനെയാ വരിക. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ആ ഒരു വൈരുദ്ധ്യമാണ് നിങ്ങളെ പ്രശ്നം, ഈ ഒരു സദാചാര ഗുണ്ടകളുടെ കയ്യിലിരിപ്പ്. അതും ഈ മുസ്ലിം ആവണതുകൊണ്ട് എനിക്ക് വിരോധമില്ല. ഞാൻ എക്സ് മുസ്ലിമിലൊന്നല്ല. നമസ്കാരോ കാര്യങ്ങളും ഓത്തും നോമ്പെടുക്കലും എല്ലാതും ഉണ്ട്. പക്ഷെ ഇത് തീവ്രമായിട്ട് കൊണ്ടുപോയിട്ട് ചുറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, ശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞ് തള്ളിമറിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പൊ ഒരു ഉദാഹരണം കൂടി ഞാൻ സാർക്ക് ഞാൻ പറഞ്ഞുതരാം. എന്റെ ഫാമിലിയിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പോ നമ്മളെ വലിയ പെരുന്നാളിന് നമ്മള് അറവുണ്ട്. അപ്പൊ ഈ അറവിന്റെ ഇറച്ചി നമുക്ക് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയാം. അവിടെ പറയാറുണ്ട്. പറയാറുണ്ട്. മദ്രസയിലും പറഞ്ഞാ നമുക്ക് മുസ്ലിങ്ങൾക്ക് അത് കൊടുക്കാൻ പാടില്ല. നമ്മളിത് പറയുമ്പോ ഞാൻ സംഖ്യ ആയതുകൊണ്ട് പറയുന്ന പറയാം. ഇല്ല അങ്ങനെയല്ല. നമ്മൾക്ക് മുസ്ലിം ആണോ സംഖ്യ ആണോ എന്നുള്ളതല്ല. നമ്മൾ പറയുന്നതിൽ ഒരു സയൻസും ഫാക്ടും കാര്യങ്ങളും വേണം, അല്ലാതെ മാനുഷികപരമായും കൂടി വേണം അത്. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു? മുസ്ലിം ആയതിന്റെ പേരിൽ അങ്ങനെ ചെയ്യുന്നതല്ല, മാനുഷികപരമായിട്ട്. ഞാനത് സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല, നിങ്ങൾ ഈ പറയുന്ന കാര്യം തന്നെയാണ് നമ്മൾ പറയാറ്. അതെ. നമ്മളൊരു തോണിയിലാണ് പോകുന്നത് പല ആശയങ്ങളും. എനിക്കറിയാം, നിങ്ങളെ കേട്ടപ്പോ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയാ.
പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്റെ വീട്ടില് എന്റെ ഉമ്മ അപ്പൊ ആ സമയത്ത് എല്ലാ വീട്ടിലും ഒരുപാട് ഫ്രിഡ്ജ് നിറയെ ഇറച്ചിയായിരിക്കും, സാറിന് അറിയുന്നുണ്ടാവും. ഒരാഴ്ച 10 ദിവസം നിന്നാലും 10 ദിവസം നമ്മൾ അത് തന്നെ രാവിലെ പൊരിച്ചത്, ഉച്ചയ്ക്ക് കറി വെച്ചിട്ട് വൈകിട്ട് വരട്ടിയിട്ട്. എന്നാലും ഇത് നമ്മൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്റെ വീടിന്റെ അടുത്ത് പാവപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്, മുസ്ലിങ്ങള്. നമ്മള് അങ്ങനത്തെ ഒരു ഏരിയ. അപ്പൊ ഉമ്മ എന്റെ അടുത്ത് പറയും കുറച്ച് അധികം ഉണ്ട്, ആ വീട്ടിലൊന്ന് കൊണ്ടുപോയി കൊടുക്ക്. അപ്പൊ ഞാൻ അത് മദ്രസന്ന് എനിക്ക് ഇതെല്ലാം കിട്ടിയിട്ടില്ലേ, കൊടുക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ഞാൻ ഉമ്മാക്ക് പറഞ്ഞത് അത് കൊടുക്കാൻ പാടില്ല, നമുക്ക് തെറ്റാണ്, കുറ്റാണ് പറയുമ്പോ ഉമ്മ എന്റെ അടുത്ത് പറയാം ആരും അറിയൊന്നുമില്ല, നീ കൊണ്ടുപോയി കൊടുക്ക്, അവര് കഴിച്ചോട്ടെ. അപ്പൊ എനിക്ക് ഇന്നെ പഠിപ്പിച്ചൊരു ഇത് എനിക്ക് ഇങ്ങനെ കിട്ടുന്നത്, വീട്ടിൽ നിന്ന് കിട്ടിയൊരു സാധനം. അവിടുന്ന് ഞാൻ മനസ്സിലാക്കിയത് വിശക്കുന്ന ആളുകൾ കഴിക്കുക എന്നുള്ളതാണ്. അവിടെ മതം അല്ല, മതത്തിനേക്കാളപ്പുറത്ത് നമ്മള് മാനസികപരമായിട്ടുള്ള ഇതിന് മുൻഗണന കൊടുക്കുക എന്നുള്ളത് ഉമ്മ പഠിപ്പിച്ചെന്നൊരു കാര്യം. പക്ഷെ ഇന്നും ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരാളോട് പറയുന്നത് ഈ ഒരു കാര്യം. ഞാൻ ആ സാറെ പരിചയപ്പെടുത്തിയ വിപിൻ സാറെ അടുത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ പറയുന്നത് ഇവിടെയാണ്. അപ്പൊ നമ്മൾ മതത്തിനേക്കാളപ്പുറം മാനസികമായിട്ടുള്ള മൂല്യങ്ങൾക്ക് ഇതിന് വില കൊടുക്കുക, എന്നിട്ട് സാഹോദര്യത്തോടെ ജീവിക്കുക, സമാധാനത്തോടെ ജീവിക്കുക, മറ്റുള്ളവരെ കാര്യങ്ങളിൽ ഇടപെടാതെ, അതിനെ അടിച്ചേൽപ്പിക്കാതെ നിങ്ങൾ കാഫറുകളെ കൊല്ലും, അങ്ങനത്തെ ഇതൊന്ന് ഒഴിവാക്കിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ഈ ഇതില് കൂടുതലായിട്ട് നിങ്ങള് ടാർഗറ്റ് ചെയ്യുന്നത് പോലെ, അതായത് ഈ മദ്രസകളിലുള്ള ഉസ്താദുമാരെ ഒരുപാടുണ്ട്, അങ്ങനത്തെ കേസുകള് ഒരുപാടുണ്ട്, ഒരുപാട് ബുദ്ധിയില്ലാത്ത ആളുകളാണ്. ഒറ്റ സെക്കൻഡ്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു വളരെ മികച്ച ആശയം, ഭക്ഷണമാണ് മതമല്ല നോക്കേണ്ടത്, ഇതുപോലെ ദാനധർമ്മമാണ് അവിടെ മതമല്ല നോക്കേണ്ടത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സന്ദേശം തന്ന് നിങ്ങളുടെ ഉമ്മ ഒരു വശത്ത്, ഇതിനൊക്കെ പകരം മതമാണ് നോക്കേണ്ടത് എന്ന് പറയുന്ന പ്രവാചകൻ മറുവശത്ത് നിൽക്കുന്നു. എന്നിട്ട് നിങ്ങളോട് പറയാണ് ഉമ്മയേക്കാൾ കൂടുതൽ പ്രവാചകനെ സ്നേഹിക്കണമെന്ന്. അപ്പോഴാണ് ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് നമ്മളെ ജീവിച്ച അതിന് മാറ്റമൊന്നുമില്ല, അതിന് മാറ്റമില്ല. അത് ഞാന് ആ ഉമ്മയുടെ ആ രീതിയിലുള്ള നിലപാടുകൾ തന്നെയാണ് നിങ്ങളെ ഇതുപോലെ ഒരു മികച്ച ഒരു ചിന്താഗതിയിലേക്ക് നിങ്ങളെ നയിച്ചതെന്നും എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം നമ്മളെ വളർത്തുന്നത് നമ്മളെ ചുറ്റുപാട് തന്നെയാണല്ലോ. ശരി, അത് വളരെ ശരിയാണത്. അതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പൊ ഉമ്മയാണെങ്കിൽ പോലും ഉമ്മ വർക്ക് ചെയ്യുന്നുണ്ട്, പുറത്ത് ഉള്ള ആളുകളോട്ടും ഇടപഴകുന്ന ആളാണ്, ലൈക്ക് വർക്കിന്റെ ഇതിലൊക്കെ ആയിട്ട് ഇടപഴകുന്ന ആളാണ്. അപ്പൊ വീട്ടിൽ നിന്ന് ഉപ്പാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം കാര്യങ്ങൾ എന്റെ വീട്ടിലുള്ള, എന്റെ വീട്ടിൽ എനിക്ക് പെങ്ങന്മാരൊന്നുമില്ല, ഉമ്മയാണ് ഇവിടെ ആകെ സ്ത്രീ ആയിട്ടുള്ള ഒരാള്. പക്ഷെ ആ ഉമ്മക്ക് അങ്ങനത്തെ എല്ലാവിധ സ്വാതന്ത്ര്യവും കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ഉമ്മന്റെ വർക്കിനോ കാര്യങ്ങളോ പോയിട്ട് ഇന്ന് വരെ ഉപ്പ നീ എവിടെയായിരുന്നു ഇത്ര നേരം, അല്ലെങ്കിൽ എവിടെ പോയതാ, അങ്ങനത്തെ ഒരു ചോദ്യങ്ങളോ. രണ്ടുപേരും ഒരേ ടൗണിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അതായത് ഒരേ ടൗണിൽ തന്നെ രണ്ട് സ്ഥലത്തുള്ള ആളുകളാണ്, എടുത്തുള്ള, അതായത് ഇവരുടെ ഒക്കെ നെയ്ബേഴ്സ് ഒന്നാണ്, കല്യാണം എടുത്തുന്ന കഴിച്ചിട്ടുള്ള, അതായത് അറിയാം. ഓക്കെ, നിങ്ങൾക്ക് കല്യാണത്തിന് വണ്ടിയിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവർക്ക് ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്റെ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടില്ല. ഉമ്മാനോട് ഉപ്പാണെങ്കിലും അങ്ങനത്തെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം എനിക്ക് മറ്റുള്ള കുട്ടികൾക്ക് അത് കിട്ടുന്നില്ലല്ലോ എന്ന് കാണുമ്പോ, നമ്മള് പഠിച്ചിരുന്ന സമയത്ത് കൂട്ടുകാരികളാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും, അത് കഴിഞ്ഞപ്പോ ഈ അധ്യാപക ജോലി ഏറ്റെടുത്തപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും ചുറ്റിലും കാണുന്ന ഒരുപാട് ആളുകൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായത് നമ്മൾ കൊറോണ സമയത്ത് ഒരു ടോക്ക് ഉണ്ടായിരുന്നല്ലോ, ഇതേപോലത്തെ ഒരുപാട് ആളുകൾ കൂടിയിട്ടുള്ള ഒരു ടോക്ക്. ഏതായിരുന്നു? നമ്മൾ ജസ്ലാമാടശ്ശേരിക്ക് ലീഡ് ചെയ്തിട്ടുള്ള ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് കേട്ടപ്പോഴാണ് ഇത് ഇത്രത്തോളം ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലായത്. ഈ മതം ഇതിൽ കയറിയിട്ട് ഉള്ള തലക്ക് പിടിച്ച് നടക്കുന്ന ഒരുപാട് പേര് ഇങ്ങനെ. അപ്പോഴാണ് പിടികിട്ടിയത്. അപ്പോഴാണ് എത്രത്തോളം ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ഇതിനൊക്കെ മാറ്റം കൊണ്ടുവരേണ്ട സമയമായില്ലേ, ഈ 2025 ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഇതുണ്ടെന്ന് മനസ്സിലായത്, ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലായത് അതിനുശേഷം. അതായത് ഒരുപാട് മുസ്ലിം, ഞാൻ വീണ്ടും പറയുന്നത് പെൺകുട്ടികളാണ് അതിൽ കൂടുതലായിട്ട് ഇതിലൊക്കെ വ്യക്തിമാവുന്നത് ആൺകുട്ടികളെക്കാളും. അതായത് മതത്തിന്റെ ഇരകൾ എന്ന് പറഞ്ഞ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് മതമായാലും അതിൽ ആദ്യത്തെ ഇരകൾ എന്ന് പറയുന്നത് അതിൽ സ്ത്രീകൾ കുട്ടികളുമാണ്. അതിൽ തന്നെ വീണ്ടും അതിൻ്റെ ഇരകളായിട്ട് മുന്നിൽ വരിക ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുന്ന ആളുകൾ കൂടിയായിരിക്കും. അവരായിരിക്കും കൂടുതൽ ചൂഷണത്തിന് ഇരയാവുന്ന ആളുകളായിട്ടും കൂടി മാറുക. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു പ്രാപഞ്ചിക സത്യം പോലെയാണ്. നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്?
ഞാൻ സ്പോർട്സിന്റെയാണ്. ഓക്കെ. അപ്പൊ കുട്ടികളായിട്ട് ഒരുപാട് സമയമൊക്കെ ഇടപഴകാനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. നമ്മള് കുട്ടികളുമായുള്ള ആശയം ഇതേപോലെ എനിക്ക് തുറന്ന സംസാരങ്ങൾ ഇഷ്ടമാണ്. അപ്പൊ നമ്മള് ആശയങ്ങള് കൈമാറലുണ്ട് കുട്ടികളുമായിട്ട്. പക്ഷെ ഇപ്പത്തെ കുട്ടികളിലൊക്കെ അത് കുറവാണ്. എന്നാൽ പോലും അങ്ങനത്തെ വേറിട്ട് കാഴ്ചപ്പാടുകളുള്ള കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇപ്പൊ നമ്മൾ തമ്മിൽ നടത്തുന്ന ഈ സംഭാഷണം ഇത് നിങ്ങളുടെ പാരൻസ് കേൾക്കാൻ ഇടയാകും. അതുപോലെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ സ്റ്റുഡൻസ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇതുപോലുള്ള ആശയപരമായിട്ട് നിങ്ങളോട് ചിലപ്പോൾ കൊമ്പ് കോർക്കാൻ സാധ്യതയുള്ള ആളുകൾ, ഇവരൊക്കെ ഇത് കേൾക്കാൻ സാധ്യതയുണ്ടാവും. അവരോട് എന്താ പങ്കുവെക്കാനുള്ളത് ജനറലായിട്ട്? എനിക്ക് ഇവരോടൊക്കെ ഞാനും മതവിശ്വാസിയാണ്. ഞാൻ അതിനെ എതിർക്കുന്നൊന്നുമില്ല. ഞാൻ അതിന്റെ ഒരു എക്സ് മുസ്ലിം എന്നുള്ള ഒരു ടാഗ് ഒന്നും. അതിലൊരു കാര്യം ഞാനൊന്ന് ആഡ് ചെയ്യാം. നിങ്ങളാ പറഞ്ഞ വാചകം, എന്റെയും ലക്ഷ്യം നിങ്ങൾ എക്സ് മുസ്ലിം ആക്കണമെന്നൊന്നുമല്ല, നിങ്ങളൊരു ബോധമുള്ള മുസ്ലിം ആക്കണമെന്ന് നിങ്ങൾ എന്നല്ല, പൊതുവെ ഏത് മനുഷ്യരായാലും അവര് വിശ്വാസം അവരുടെ പേഴ്സണൽ അഫെയർ ആയിട്ട് നിലനിർത്തണം. അത് സൊസൈറ്റിയിലേക്ക്, ഇതുപോലെ സോഷ്യൽ ഏരിയയിലേക്ക് കൊണ്ടുവന്ന് ഒരു പെൺകുട്ടി ഒരു വിദ്യാഭ്യാസത്തിൽ ഒരു മികച്ച ഒരു വിജയം നേടി അത് സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയുന്നത് അത് മതത്തിന്റെ പേരിലാണ്. അവിടെയാണ് നമ്മൾ മതത്തിനെ എടുത്തിട്ട് ഇതുപോലെ പെരുമാറേണ്ടി വരുന്നത്. തൊലി ഉരിച്ച് നമ്മൾ നിർത്തുന്നത് അവിടെയാണ്. ഇനി തൊലിയുടെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചേലാക്കർമ്മം എന്ന് പറയുന്ന ഒരു പ്രശ്നം, അങ്ങനെ ഒരു അന്ധവിശ്വാസത്തെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെക്കുറിച്ച് പറയാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഇസ്ലാമിൻ്റെ തൊലി മൊത്തത്തിൽ നമ്മൾ കളയേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാക്കുന്നത്, ഈ എക്സ് മുസ്ലിം ഒക്കെ പറയേണ്ടി വരുന്നത്. അല്ലാതെ ഇതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ഇന്റേണൽ സംവിധാനം, മറ്റു മതങ്ങൾക്കൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു ഇന്റേണൽ കറക്ഷൻ, ആ ഒരു സംവിധാനം, ഒരു റിഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അത് ഇതിനകത്ത് ഉണ്ടായാൽ നമുക്ക് നിങ്ങൾ വിശ്വാസിയായിട്ട് നിലനിൽക്കുന്നു ഇല്ലയോ എന്നുള്ളത് പോലും നമ്മുടെ വിഷയമല്ല. ഇപ്പം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ സംസാരിച്ചോണെങ്കിൽ ഇപ്പം നിങ്ങളോട് അസലായി അലക്കുന്നത് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കുന്ന ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അത് പറയില്ല. കാരണം എന്താണ്, നമുക്ക് നിങ്ങളുടെ വിശ്വാസത്തെ കളിയാക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? നിങ്ങൾ ഈ വിശ്വാസത്തിന്റെ മണ്ടത്തരങ്ങളെ നിങ്ങൾ പൊലിപ്പിക്കുന്ന ആളാകുമ്പോഴാണ്. അത് ഉൾക്കൊള്ളുന്ന ആളെടുത്ത് നമുക്കത് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അത് വേണമെങ്കിൽ പിൻവലിക്കുകയാണ്. അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എക്സ് മുസ്ലിം ആകണമെന്ന് നമ്മളുടെ ഒരു നിർബന്ധമില്ല. നിങ്ങൾ വിശ്വാസിയായോ വിശ്വാസിയല്ലാതെയോ അത് നമ്മുടെ വിഷയമേ അല്ല. പക്ഷെ ഈ വിശ്വാസത്തെ, മതത്തെ അത് സാമൂഹിക പ്രശ്നമായിട്ട് മാറ്റുന്നവരെ, ആ മാറ്റുന്ന ആശയത്തെ നമ്മൾ നഖശികാന്തം നമ്മൾ എതിർക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. ബാക്കി പറഞ്ഞോളൂ, അവരോടുള്ള സന്ദേശം. എനിക്ക് ഇവരുടെ അടുത്തുള്ള ഈ സന്ദേശം ഞാന് ഇതിലേക്ക് വിളിക്കാൻ കാരണം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്. അത് കറക്റ്റ്. നിങ്ങളിപ്പോ പറഞ്ഞത് നെക്സ്റ്റ് മുസ്ലിം ആക്കാൻ താല്പര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ആശയം കൊണ്ട് എനിക്ക് നിങ്ങളുടെ വർത്താനം കറക്റ്റ് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ഈ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഇതില് ഏറ്റവും കൂടുതൽ ഈ ഇസ്ലാമിന് പാര വെക്കുന്നതും ഈ തീവ്രമായിട്ടുള്ള വിശ്വാസവും ഈ മൂല്യന്മാരും ഉസ്താദുമാരും തന്നെയാണ്. ഞാനല്ല, നിങ്ങളല്ല, നിങ്ങൾ ഒരിക്കലും അല്ല. അവര് വിശ്വസിക്കില്ലല്ലോ ഇത് പറഞ്ഞു. ഇതാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇത് കേട്ടിട്ടല്ല ഞാൻ പറയാ, എന്റെ ജീവിതത്തിന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ പറയുന്ന ഉസ്താദുമാരും ഈ പറയുന്ന മൗലവിമാരും ഹാജിയാമാരും ഒക്കെയാണ് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ പാരവെക്കുന്നതും വെല്ലുവിളിയും. നമ്മൾ ഒരു ഇസ്ലാമാണെന്ന് പറഞ്ഞ് നാലാളോട് അഭിമാനിച്ച് നടക്കുക. അപ്പൊ ഞാൻ അങ്ങനെ അഭിമാനിച്ചിട്ടുണ്ടെങ്കിൽ അവര് നാണക്കേടാവുന്നത് ഇതാ. ഇപ്പൊ ചില BJP-യും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിലൊക്കെ ഉണ്ട് ഇതേപോലത്തെ ആളുകൾ. അതൊക്കെ നല്ല നല്ല ആശയങ്ങൾ പാർട്ടിയുള്ളടുത്ത് അതല്ല ഇപ്പൊ നമ്മുടെ വിഷയം. അപ്പൊ ഇങ്ങനത്തെ ആളുകളുടെ അടുത്ത് ഞാൻ മുസ്ലിമാണ്, ഞാൻ 5 നേരം നിസ്കരിക്കുന്നുണ്ട്. ഞാൻ മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, 5 നേരം നമസ്കാരം ഒന്നും പഠിക്കുന്ന സമയത്ത് ഉണ്ടായില്ല. ഞാൻ 12th വരെ പോയിന്നുള്ളൂ. 5 നേരം നമസ്കാരം ആ സമയത്ത് ഉണ്ടായില്ല. എനിക്ക് എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും പഠനത്തോട് എനിക്ക് താല്പര്യം ഉണ്ട്. അതുകൊണ്ട് മദ്രസയിൽ 12ാം ക്ലാസ് വരെ ഞാൻ പോയ ആളാണ്. അല്ലാതെ മതം തലയിൽ കയറിയിട്ട് പോയ ആളൊന്നുമല്ല. എന്ത് പഠനമാണെങ്കിലും ഇപ്പൊ നമുക്ക് ഒരു മോശമായിട്ടുള്ള ഒരാളെ കത്തികൊണ്ട് കുത്തുക എന്നുള്ളത് നമുക്ക് മനസ്സിലായാലല്ലേ അത് ചെയ്യാതിരിക്കണോ വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പൊ എനിക്ക് അത് അപ്പോഴേ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ 12ാം ക്ലാസ് വരെ ഞാൻ പോയത്. ആ സമയത്ത് ഞാൻ 5 നേരം നമസ്കാരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ നമസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, മുടങ്ങാറില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ ഇപ്പൊ സാറ് പറഞ്ഞതുപോലത്തെ ഈ കാര്യങ്ങളാണ്. ഇതില് കുറച്ചൊക്കെ നമ്മള് 2025-ലാണ് നമ്മൾ ജീവിക്കുന്നത്. വിട്ടുവീഴ്ചകൾ വേണ്ടി വരും പല കാര്യങ്ങൾക്കും. മാനസികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മൂല്യം കൊടുക്കേണ്ടി വരും. ചില സമയത്ത് നമ്മൾ മതത്തിനെ മറക്കണം എന്നല്ല പറയണ്ട, അല്ലെ മതത്തിന്റെ അങ്ങനെയല്ല. ചില സമയങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് പല കാര്യങ്ങൾക്ക്. അപ്പൊ നബി ജീവിച്ചത് 1400 വർഷം അല്ല 500 വർഷം മുമ്പാണ്. അപ്പൊ അപ്പത്തെ ആശയങ്ങളും ഇത് വെച്ചിട്ട് നമുക്കിപ്പോ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അതേപോലെ കൊണ്ടുപോകാനൊന്നും ഇപ്പോ കഴിയത്തില്ല. അത് ഈ വലിയ കുടുംബങ്ങള് അല്ലെങ്കിൽ വലിയ ഹാജിയാര്, വലിയ കുടുംബ സ്റ്റാറ്റസ് വെക്കുന്നവര്, ഈ പള്ളി കമ്മിറ്റിയിലുള്ള ആളുകള്, മദ്രസിലെ ഉസ്താദുമാര്, അങ്ങനത്തെ ആളുകളൊക്കെ അത്
ഈ പറയുന്നത് നിർത്ത, അത് ശരിയാക്കുക. അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങുക. മാനസികപരമായിട്ടുള്ള മൂല്യങ്ങൾ. ഇപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അത് വിളിക്കാൻ കാരണമാവാൻ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു സക്കാഫി, എന്താ അയാളുടെ പേര് ഞാൻ മറന്നുപോയി, പുഴക്കാട്ടിലുള്ള ഒരു സക്കാഫിയാണ്. ഒരു 55-58 വയസ്സായ ഒരു സ്ത്രീ മണാലിയിലേക്ക് യാത്ര പോയത് സാർ കേട്ടിട്ടുണ്ടാവും. അതിന് ആ ഉമ്മനെ അയാള് പറഞ്ഞൊരു രീതിയുണ്ട്. സ്വലാത്തും ചൊല്ലി 4 മൂലയിൽ ഇരിക്കേണ്ട ഇതല്ലേ. ഇപ്പൊ ഈ ഉമ്മക്ക് ഒരു മറ്റേ കുടുംബത്തില് പ്രശ്നങ്ങള്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു ഉമ്മയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് ഫേസ് ചെയ്യാൻ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഈ പറയുന്ന സക്കാഫിമാരും ഈ ഉസ്താദുമാരൊന്നും ആ ഉമ്മയെ സഹായിക്കാണ്ടാവില്ല. മാനസിക മൂല്യം കൊടുക്കുന്ന പാവപ്പെട്ട ആളുകളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ മതം തലക്ക് പിടിക്കാത്ത പാവപ്പെട്ട ആളുകളെ ഉമ്മനെ സഹായിക്കാനുണ്ടാവുള്ളൂ. ഇങ്ങനത്തെ വലിയ സംസാരങ്ങൾ പറയാനേ ആ സക്കാഫിയൊക്കെ കാണുള്ളൂ. ആ ഉമ്മ ആ 30 വർഷം വിധവയായി ജീവിച്ച് 2-3 കുട്ടികളെ വളർത്തി അതിൻ്റെതായിട്ടുള്ള ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനാണ് മണാലിയിലേക്ക് പോയിട്ടുള്ളത്. യാത്ര ചെയ്യണം എന്ന് ഞാൻ പഠിച്ച ഗ്രന്ഥത്തില് പറഞ്ഞിട്ടുണ്ട്, യാത്രകൾ ചെയ്യണം ഒരാള്. പിന്നെ പെണ്ണുങ്ങൾക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ആ ഉസ്താദ് എന്ത് മണ്ടത്തരാണ് ആ പറയുന്നത് എന്ന് മനസ്സിലാവുന്നേ ഇല്ല. അവിടെയാണ് നമ്മൾ തെറ്റാട്ടോ. ഉസ്താദ് പറഞ്ഞത് മതം തന്നെയാണ്, പക്ഷെ ആ സാധനത്തെ തള്ളാൻ നമുക്ക് മതത്തിലുണ്ടെങ്കിലും തള്ളാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മൾ പറഞ്ഞത്. അതിലേറ്റവും കൂടുതൽ എന്നെ പേടിപ്പിച്ചൊരു കാര്യം എന്താണെന്നറിയോ? ആ ഉസ്താദിന്റെ യൂട്യൂബ് ചാനലിന്റെ കമന്റുകൾ നോക്കിയപ്പോ അയ്യോ, അതില് ഈ ഉമ്മമാരൊക്കെ ഇപ്പൊ നല്ല യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, വലിയ സ്ത്രീകള്. അതായത് 50-60 വയസ്സായിട്ടുള്ള സ്ത്രീകളൊക്കെ ഇപ്പൊ ഫേസ്ബുക്ക് സുലഭമാണ്. അപ്പൊ അതില് ഇങ്ങനത്തെ താത്താരോ അയ്യോ ഇനി പോവാൻ പാടില്ല പാവം, അതായത് അതിന് അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത്. പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ആ ഇബ്രാഹിം സക്കാഫി, അങ്ങനെ സക്കാഫി ഞാൻ പറയാം പുഴക്കാട്ടിലുള്ള, അയാളല്ല മതം അല്ലെങ്കിൽ ഈ കാര്യം തീരുമാനിക്കേണ്ട ആള്. അയാളല്ല പടച്ചോൻ, അല്ലെ അയാളല്ല ദൈവം. പടച്ചോൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അത് പറ്റുന്ന അറിയില്ല. ദൈവം അയാളല്ല എന്തൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിലും. ഇനിയിപ്പോ ഇസ്ലാമപരമായിട്ടല്ല ഞാൻ പറയുന്നത്, ഏത് മതത്തിലായിക്കോട്ടെ. രീതിയില്ലേ ഉസ്താദുമാര് പറയുന്നത് എടുക്കുക, അതായത് ഇമാമുമാര് പറയുന്നത് കേൾക്കുക, അമീറുമാര് പറയുന്നത് കേൾക്കുക. ഇതൊരു ഇസ്ലാമിന്റെ രീതിയല്ലേ? അത് നമ്മളെ പ്രായ ആളുകളുണ്ട്, വല്യപ്പാരൊക്കെ പ്രായമുള്ള ആളുകള് ഈ ഉസ്താദുമാര് വീട്ടിലേക്ക് ചെലവിനൊക്കെ വന്ന കയ്യിലൊക്കെ മുത്തും. അതുപോലെ അവരെ കണ്ട കുറച്ച് പൈസ കൊടുക്കുക. എന്തിനാന്നത് ഞാൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അല്ല, അത് പിന്നെ വേറെ വിഷയമാണ്. പക്ഷെ ഇവിടെ ഈ നബീസുമാരുടെ കാര്യത്തിൽ പറഞ്ഞത് മതവിധിയാണ്. മഹറം ഇല്ലാതെ യാത്ര സ്ത്രീക്ക് ഹറാമാണ്. അത് സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. ഇത് ഇസ്ലാമിലെ നിയമമാണ്. ഇത് സൗദി അറേബ്യയിൽ ഈ അടുത്ത് വരെ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോഴും ഈ അടുത്താണ് 2019 അത് റദ്ദാക്കിയത്, 19-20. അത് നിങ്ങൾക്ക് അറിയില്ല. അത്രയും ഡീപ്പായിട്ടൊന്നും ഞാൻ മതം പഠിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റണം, അത് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് അവിടെയാണ് ഇപ്പോൾ താങ്കളെ പോലുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണമെന്ന് നിങ്ങളോട് നമ്മൾ പറയേണ്ടി വരുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങളുടെ നന്മയും, നിങ്ങൾ ഈ വിഷയത്തിൽ നന്മയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നോക്കുകയും നീതി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നോക്കുകയും അവിടെ ഇസ്ലാമിന് അതീതമായിട്ട് നിങ്ങൾ ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളവിടെ പരോക്ഷമായിട്ട് ഇസ്ലാമിനെ രക്ഷിക്കാൻ നോക്കുകയാണ്. അതിനോട് നമുക്ക് വിയോജിപ്പാണ്. കാരണം എന്താണ്, അവിടെ നമ്മൾ പറയേണ്ട രീതി, നമ്മൾ പറയുന്ന ഒരു എടുക്കേണ്ട രീതി എന്ന് പറയുന്നത് എന്താണ്, മതത്തിൽ ഇന്ന പ്രശ്നമുണ്ട്, ഇത് മതത്തിൻ്റെ നിയമമാണ്, ഇത് മാറ്റിവെച്ച് നമുക്ക് ജീവിക്കാൻ കഴിയണമെന്നാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ മതത്തിൽ അങ്ങനെയൊന്നുമില്ല, അത് ഉസ്താദ് വെറുതെ തട്ടിക്കൂട്ടിയാണെന്ന് പറയുമ്പോൾ അത് ഉസ്താദിൻ്റെ തലയിലേക്ക് ഇട്ടിട്ട് യു ആർ ജസ്റ്റ് ത്രോയിങ് എന്താണ് ഉസ്താദ് അണ്ടർ ദ ബസ്. അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. അങ്ങനെയല്ല സാറേ. ഇപ്പൊ എനിക്ക് എന്റെ ഈ വിശ്വാസത്തില്, എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫില് നമ്മളുടെ ഗോൾസ്, നമ്മളുടെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ നമ്മളെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് എന്റെ മതവും എന്റെ പ്രാർത്ഥനയും ഞാൻ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇതുപോലെ ബാക്കിയുള്ളവരെ വിമർശിച്ചുകൊണ്ടുള്ളവരല്ല. എനിക്കതിൽ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ആയിക്കോട്ടെ, അതൊന്നും നമ്മളെ വിഷയമല്ല. പക്ഷെ ഇസ്ലാമിലെ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഇപ്പൊ നബീസുമാരുടെ വിഷയം തന്നെ നിങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ പറയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ അത് ഇസ്ലാമിലെ പ്രശ്നമാണെന്ന്. ഞാനത് പറയുന്നുണ്ടല്ലോ, ഞാനത് തുറന്ന് പറയാൻ അല്ല. പക്ഷെ നിങ്ങൾ തുടങ്ങിയപ്പോ പറഞ്ഞു വന്നപ്പോ എന്തായിരുന്നു, ഉസ്താദുമാര് അത് വളച്ചൊടിക്കുന്നു, ഇസ്ലാമിൽ അങ്ങനെ ഇല്ല എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞു വന്നേ? അല്ല, അങ്ങനെയല്ല. എനിക്ക് അങ്ങനത്തെ അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഡീപ്പായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. അതെ, എനിക്കറിയില്ല, അതിന്റെ വിധിയും എനിക്കറിയില്ല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റി തന്നെ വേണം. അപ്പൊ അവിടെ നമുക്ക് എടുക്കാവുന്ന, നിങ്ങളെ പോലുള്ള ആളുകൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ട് പറയാണ്, അവിടെ എടുക്കാൻ പറ്റുന്ന ഒരു ഡിഫോൾട്ട് പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ എന്താണ്, ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ
ബൈ ഡിഫോൾട്ട് അത് മതത്തിലുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ അംഗീകരിക്കുക. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബാധ്യതയില്ല അത് മതത്തിലുണ്ടോ എന്ന് അന്വേഷിച്ച് ഉസ്താദിനെ പോയി തിരുത്തുന്ന പരിപാടി നിങ്ങൾക്ക് ആവശ്യമില്ല, പച്ചയ്ക്ക് പറഞ്ഞാൽ. അതേപോലെ ഇപ്പം ഞാനൊരു കാര്യം പറയുമ്പോൾ അതും ഇന്നത് മതത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ബീങ് എൻ എക്സ് മുസ്ലിം അവിടെ ഒരു ഡിഫോൾട്ട് പൊസിഷൻ ഉണ്ട്, അത് മതത്തിലുള്ളതാണ്. നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാം അത് ഇല്ല ഉണ്ട് എന്നുള്ളത്, പക്ഷേ നിങ്ങളുമായിട്ട് അത് വേണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഉസ്താദുമാരായിട്ട് നമുക്ക് ഡിബേറ്റ് ചെയ്യാം, കാരണം അവർ മതത്തിലുണ്ട് എന്ന് പറയും, ഇല്ല എന്ന് പറയും, അപ്പോൾ നമ്മളത് സ്ഥാപിച്ച് കാണിച്ചു കൊടുക്കും. ഇപ്പം ഞങ്ങളൊരു കാര്യം പറയുമ്പോൾ എക്സ് മുസ്ലിം ആയിട്ടുള്ള ഒരാൾ കാര്യം പറയുമ്പോൾ വിശ്വാസികൾ വന്ന് നമ്മളോട് ഡിബേറ്റ് ചെയ്യും, ഉണ്ട് ഇല്ല, അതും നമ്മൾ ഡിബേറ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾ മിഡിലിൽ നിൽക്കുന്ന ആൾ മതത്തിന് പ്രശ്നം ഉണ്ട് എന്ന് പകുതി അംഗീകരിക്കുന്ന ആളാവുമ്പോൾ ചില വിഷയങ്ങൾ വരുന്ന സമയത്ത് ഉസ്താദുമാർ പറയുന്ന കാര്യം കാണുമ്പോൾ അത് മതത്തിലില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ടില്ല എന്ന് പറയുന്നത് തെറ്റായ നിലപാടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ എന്തൊരു നിലപാടിൽ നിൽക്കണം സാറ് ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ അത് മതത്തിലുള്ളതാണ്, അത് പിന്നെ നിങ്ങൾ അതിൽ സംശയിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ ഒരു ഡിഫോൾട്ട് പൊസിഷൻ അതാണ് എടുക്കേണ്ടത് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് അന്വേഷിക്കാം അതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതില് ശ്രീബുദ്ധന്റെ ഒരു കോട്ട് വായിച്ചിട്ടുണ്ട്, നിങ്ങൾ ഏത് മതത്തിലോ എന്തിലോ വിശ്വസിക്കുന്ന ഒരാളാവട്ടെ, നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യം തോന്നിയാൽ നിങ്ങൾ അതിനെ എതിർക്കുക എന്നുള്ളത്. അപ്പൊ ഞാന് ഇതിലുണ്ട്, എന്റെ സാമാന്യ ബുദ്ധിക്കും ഞാനിപ്പോ ഇത്രയും കാലം ജീവിച്ച ഞാൻ പഠിച്ച കാര്യങ്ങൾ സ്കൂളിൽ അതിൽ നമുക്ക് തെറ്റില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തൊരു സംഗതി ഒരു മതത്തിലൊരു സംഗതി കണ്ടാൽ അതിനെ നിങ്ങൾ എവിടെ കണ്ടാലും അതിനെ എതിർക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളത് ചെയ്യുന്നു, ഞാൻ സമ്മതിച്ചു. പക്ഷേ അത് മതത്തിൽ ഇല്ല എന്ന് പറയരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ലല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞല്ലോ, അതായത് ഉസ്താദ് നബീസുമായി ഉപദേശിച്ചത് അങ്ങനെ ഒരു നിയമം മതത്തിൽ ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? അല്ല, ഞാനത് പഠിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ എന്നുള്ളത് സത്യത്തിൽ അതിന്റെ ഒരു ടെക്നിക്കൽ വേർഡും കൂടി ഞാൻ പറഞ്ഞത് ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നറൻസ് എന്ന് പറയും നമ്മൾ അതിന്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം കണ്ടിട്ടില്ല, നമ്മൾ ദുബായ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ദുബായ് ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെയല്ല അല്ല, നിങ്ങൾ മീൻ ചെയ്തതാവണമെന്നില്ല, പക്ഷെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അതായത് ഞാൻ പഠിച്ചിട്ടില്ല, മദ്രസ 12ാം ക്ലാസ് വരെ പഠിച്ച ഞാൻ ആ നിയമം കണ്ടിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല, ദെർഫോർ അങ്ങനെ ഒരു നിയമം ഇല്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ലല്ലോ. ഇല്ല. അങ്ങനെ ഞാൻ സംസാരിച്ചതിൽ സാറ് ഞാൻ ഉദ്ദേശിച്ചതാണോ കറക്റ്റ് മീൻ ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, അത് മനസ്സിലായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇനി വരുമ്പോൾ ഒന്നുകൂടി കേൾക്കാം. എന്നാലും ഞാൻ പറയാണ്, പറഞ്ഞത് ക്ലിയർ ആണ് ഈ വിഷയം. അതായത് ഉസ്താദുമാർ പറഞ്ഞത് മതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു നിയമം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഉസ്താദ് അത് പറയുമ്പോൾ ആ ഉസ്താദ് അല്ലല്ലോ ഇതിന്റെ പടച്ചോൻ എന്ന് നിങ്ങൾ ചോദിച്ചു. യെസ്, അപ്പോൾ അതിനെയാണ് ഞാൻ ഈ പറയുന്നത്. ഉസ്താദ് അതിന്റെ പടച്ചോനാണ്. കാരണം എന്താ? ഉസ്താദ് ദീൻ പറയുന്ന ആളാണ്. ദീൻ പറയുന്ന ആൾക്ക് അത് പറയാൻ ദീൻ പറയാനുള്ള അവകാശമുണ്ട്. അവർ ദീൻ പറയും. അപ്പോൾ ആ ദീൻ പറയുമ്പോൾ അത് ദീനാണെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അതിന് പകരം അങ്ങനെ ഒരു സാധനം ദീനിലില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ദീൻ മുഴുവൻ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഉസ്താദിന്റെ ഉസ്താദായി മാറണം. ഇത് രണ്ടും അല്ലല്ലോ. നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന കാര്യം. അതെ, നിങ്ങൾ തന്നെ സമ്മതിച്ചു നിങ്ങൾ ഇതൊന്നും ആഴത്തിൽ പഠിച്ചിട്ടില്ല. അപ്പം നമ്മൾ അവിടെ എടുക്കാവുന്ന ഡിഫോൾട്ട് പൊസിഷൻ നമ്മൾ വീണ്ടും പറയുകയാണ്, അത് ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ അത് ദീനിലുള്ളതാണ് എന്നതാണ്. എക്സ് മുസ്ലിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ദീനിലുള്ളതാണ് എന്നുള്ളതാണ്. അത് ഡിബേറ്റ്, അത് വേറെ വിഷയം. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ അത് ഈ രീതിയിൽ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ തക്കിയ ഉപയോഗിച്ച് വെളുപ്പിക്കുന്ന ഒരു മുസ്ലിം ആണെന്നുള്ള വിലയിരുത്തലാണ് നിങ്ങൾക്ക് ലഭിക്കുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇല്ല, അങ്ങനെ അല്ല. ഇപ്പൊ നമുക്ക് ലോകത്തുള്ള ഇപ്പോ ഒരു എക്സ് മുസ്ലിം ആവുമ്പോ അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ വേറൊരു മതത്തിലുള്ള ഒരാൾക്ക് ഇത്രയും ലോകത്തുള്ള മുസ്ലിങ്ങളെ മാറ്റുക എന്നുള്ള, അല്ലെങ്കിൽ എല്ലാരും എക്സ് മുസ്ലിം കൊണ്ടുവരാ, അല്ലെ എല്ലാരും വേറൊരു മതത്തിലേക്ക് കൊണ്ടുവരാ എന്നുള്ളത് ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു ലക്ഷ്യവും നമുക്കില്ലെന്നേ. നമ്മൾ തന്നെ പറയാറെന്താ, ഇസ്ലാമിൽ നിന്നും ആളുകൾക്ക് മതം ഉപേക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും മതം ഉപേക്ഷിക്കുന്ന ആളുകളെ വേട്ടയാടുന്ന അവസ്ഥ ഇവിടെ പരിഹരിക്കപ്പെടുകയും അത് നോർമലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടം എത്തിയാൽ എക്സ് മുസ്ലിം സംഘടന പിരിച്ചുവിടുന്നു പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് തന്നെ. മനസ്സിലായി? നമ്മുടെ ലക്ഷ്യം ഇത് വളർത്തി വലുതാക്കി UN വരെ കൊണ്ടെത്തിക്കുന്ന ഒരു സംഘടനയാക്കാന്നുള്ളതല്ല. ഇത് ഒരു ഘട്ടം കഴിഞ്ഞാൽ പിരിച്ചുവിടാനുണ്ടാക്കിയ സംഘടനയാണ്. എന്താ കാരണം? ഇതിന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. ഈ എക്സ് മുസ്ലിം ആവുക എന്ന് പറയുന്നത് കൊട്ടിഘോഷിച്ച് ഈ എക്സ് ഹിന്ദു എന്ന് ഇവിടെ ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. എക്സ് ക്രിസ്ത്യാനി എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? കേട്ടിട്ടില്ല. ആരെങ്കിലും പറഞ്ഞാൽ എന്താ അവരോട് ഇനി പോടാ ഇറക്കാന്ന് പറയും. അതിനിപ്പോ ഇവിടെ ആരാ എന്നോട് എക്സ് ആവാൻ പറഞ്ഞെന്നൊരു ചോദ്യം വരും. പക്ഷെ മുസ്ലിമിന്റെ അവസ്ഥ അതല്ല. ലോകത്തെ എക്സ് മുസ്ലിം സംഘടന നിലനിൽക്കുന്നത് ഇന്ത്യയിൽ വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ റെലവൻസ് നമുക്ക് പിടിയിട്ടാതെ. കാരണം എന്താണ്? നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് വിതിൻ ദ കമ്മ്യൂണിറ്റി ആയി മാറുകയാണ്.
യഥാർത്ഥത്തിൽ ഈ എക്സ് മുസ്ലിം മൂവ്മെന്റ് തുടങ്ങിയത് അത് ഇറാനിയൻ ഒരു ഇസ്ലാമിക് റെജീമിനോടുള്ള ഒരു എതിർപ്പും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് UK അഭയം പ്രാപിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എഗെയിൻസ്റ്റ് ഇസ്ലാമിക് റെജീമാണ് ഈ എക്സ് മുസ്ലിം മൂവ്മെന്റ്. ഇത് തുടങ്ങിയത് UK 2007-2006 കാലഘട്ടങ്ങളിൽ. അപ്പോൾ അവർ ഫൈറ്റ് ചെയ്യുന്നത് ഇസ്ലാമിക് റെജീമിനോടാണ്. ഇന്ത്യയിൽ എക്സ് മുസ്ലിം മൂവ്മെന്റ് റെലവൻ്റ് ആവുക എപ്പോഴാണ്? പച്ചയ്ക്ക് പറഞ്ഞാൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാകുമ്പോഴേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സത്യത്തിൽ റെലവൻ്റ് ആകുന്നത് നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ്, ബോധമുള്ള മുസ്ലിങ്ങൾ. അപ്പം നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കൂടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിലെ പ്രശ്നം പറയുമ്പോൾ അത് മനസ്സിലാകുന്ന, ഇതിലെ പ്രശ്നം പറയാൻ തയ്യാറാകുന്ന, ഇതിൽ പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കുന്ന ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയണം. ഇത് ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ ഉടനെ ഇപ്പം നിങ്ങളെപ്പോലെ ഇതേ കമൻറ്റ് സെക്ഷനിലൊക്കെ നോക്കിയാൽ നിങ്ങളും BJPയുടെ പൈസ വാങ്ങിച്ചു എന്ന് പറയുന്നു ഇപ്പോൾ ഇവിടെ കമൻറ്റ് ഇതിൻ്റെ താഴെ വരും. അപ്പോൾ ഇതിനകത്ത് സെൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഉടനെ സംഖ്യയാകും. ഇതാണ് നിലവിലെ സാഹചര്യം. അപ്പോൾ നമ്മളത് വകവെച്ചത് നിങ്ങൾക്ക് ഒന്നുകിൽ മിണ്ടാണ്ടിരിക്കാം, അല്ലെങ്കിൽ അത് വകവെക്കാതെ നിങ്ങൾക്ക് തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. നിങ്ങൾ തീരുമാനിക്കുക എന്ത് വേണമെന്നുള്ളത്. അതാണ് നമ്മൾ ഇതിൽ പറയാനുള്ളത്. യെസ്, എന്തായാലും ഈ സംഭാഷണം ഇത് കേൾക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ കൊമ്പ് ഓർക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ, അവർ വലിയൊരു അപ്രീസിയേഷൻ ഇതിനകത്ത് വീണ്ടും അർഹിക്കുകയാണ്. ഈ രീതിയിലൊരു സാഹചര്യം ഒരുക്കുന്നില്ല. ഞാനിവിടെ പറയുമ്പോൾ ഞാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെയൊക്കെ പരിചയപ്പെടുമ്പോഴാണ് എൻ്റെ ബാപ്പാനെ ഞാൻ കിണറ്റിലിടുന്നു അറിയില്ല, ഉമ്മാനെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് കാഫറുകളായിട്ടുള്ള ആളുകൾ വീട്ടിൽ വന്നാൽ അവരോട് വെറുപ്പ് കാണിക്കുക എന്നുവെച്ചാൽ പ്രത്യക്ഷത്തിൽ കാണിക്കുന്നില്ല. അവർ പോയി കഴിയുമ്പോഴോ അല്ലെങ്കിൽ അവർ വരുന്നു എന്ന് അറിയുമ്പോഴോ വീട്ടിനകത്തൊരു ഇത്, അവർ വന്നു, അവർ നജസാണ്, അവരിയ്ക്കുന്നിടത്ത് ഇരിക്കില്ല, അവർ തരുന്ന പാത്രത്തിൽ തൊടില്ല, അവർ തന്ന ഭക്ഷണം കഴിക്കില്ല. ഇതൊക്കെ നമ്മൾ കണ്ടു വളരെയാണ്. അപ്പോൾ അന്നേ നമ്മൾ ഇതിനോട് കലഹിക്കുകയാണ് ചെറിയ പ്രായത്തിൽ. ഇതാണ് നമ്മൾ കണ്ടു വളരുന്നത്. അപ്പോൾ ഇവരെന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യുന്നത്? ഇവർ ഉപയോഗിക്കുന്ന വാക്ക് നജസ് എന്ന വാക്കാണ്. എവിടെ നിന്ന് ഈ നജസ് എന്ന് പറയുന്ന വാക്ക് വരുന്നത്? ഇന്നൽ മുശ്രിക്കൂന നജസുൻ എന്ന് പറയുന്ന ഖുർആനിലെ സൂക്തം തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഇവർ ഈ സാധനമൊക്കെ എടുത്ത് പയറ്റിയിരുന്നത് ഈ ഇസ്ലാമിലെ നിയമങ്ങളാണെന്ന് നമുക്ക് പിന്നെയാണ് മനസ്സിലാവുന്നത്. അവിടെ ഞാൻ പറയുന്നു, നമ്മളെ ഫാദർ ഈ പണിക്കൊന്നും നിന്നിട്ടില്ല. ഫാദറൊക്കെ വളരെ പ്രോഗ്രസീവായിട്ട് നിന്നിട്ടുള്ള ഒരു മുസ്ലിമായിട്ട് തന്നെ ജീവിച്ചിട്ടുള്ള, മതത്തെ നിർത്തേണ്ട അകലത്തിൽ നിർത്തിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അധ്യാപികയായിട്ട് കൂടി ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് മതത്തെ തലയിൽ പൊക്കി എടുത്ത് വെക്കുകയും, ഇന്നിപ്പോൾ ചില ആളുകളൊക്കെ കാണിച്ച് ചില വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ പോയി എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ മോശക്കാരനാണെന്ന് വരുത്തി തീർത്താൽ മുഹമ്മദ് നബി രക്ഷപ്പെടുമോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതല്ല, മുഹമ്മദ് നബിയെ പോലെ ആരിഫും ഒരു മോശക്കാരനാണെന്ന് വരുത്തി തീർക്കാനാണോ ഇവർ ശ്രമിക്കുന്നത്? ഞാൻ 4 കെട്ടിയിട്ടുണ്ട്, ഞാൻ 2 കെട്ടിയിട്ടുണ്ട്, അപ്പം മുഹമ്മദ് നബിക്ക് 10 കെട്ടാം എന്നാണോ പറഞ്ഞു വരുന്നത്? ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കൂടുതൽ ഈ മതത്തിനെ കുഴപ്പത്തിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് ഇത്തരം വിഷയങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വിദ്യാർത്ഥികളായിട്ട് വരുന്ന ആളുകളോടോ അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളുടെ ഇടയിൽ ഒക്കെ സംഭാഷണങ്ങൾ നടത്തുമ്പോൾ ഇത്തരം ആശയങ്ങൾ ഒരു പുരോഗമനവാദം അതിനകത്ത് വെക്കുക. അതിനകത്ത് നിരീശ്വരവാദം കൊണ്ടുപോകണമെന്നല്ല നമ്മൾ പറയുന്നത്, പുരോഗമനവാദമാണ്. ഒരു റിഫോർമേഷൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണത്. അതായത് ഈ പറയുന്ന സയൻറ്റിഫിക് ടെമ്പർ 51AH അതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇത് ഉയർത്തി വെക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ആർട്ടിക്കിൾ തന്നെയാണത്. നമ്മളെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് സയൻറ്റിഫിക് ടെമ്പർ വളർത്തുക, ചോദ്യം ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുക എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഒരു ബാധ്യതയാണ് രാജ്യത്ത് ജീവിക്കുമ്പോൾ. ഇത് നമ്മൾ ചെയ്യണം, ഇത്രയും നമ്മൾ പറയുന്നുള്ളൂ. ഞാൻ എൻ്റെ ഒരു ഡൗട്ട് ഞാൻ സാറോട് ചോദിക്കട്ടെ. സാറേ, ഇപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഫേസ് ചെയ്തു പറഞ്ഞു വീട്ടിൽ നിന്ന് ഈ അമുസ്ലിങ്ങൾ വരുമ്പോ നജസ് കാര്യങ്ങള്. ഈ സാമ്പത്തിക ഇതില് മുമ്പിൽ നിൽക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടല്ലോ, ഇവർക്ക് ഈ മുസ്ലിം ആയതിന്റെ പേരിലുള്ള, ഇപ്പൊ നമ്മള് ഹിന്ദുസിലൊക്കെ പണ്ട് നമ്മളെ ഇതിലൊക്കെ കാണാൻ പറ്റും, നമ്മളെ പണ്ടത്തെ നായര് സ്ത്രീകൾക്ക് ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലൊക്കെ അവര് നേരിട്ടൊരു പ്രശ്നങ്ങളുണ്ട്. പ്രൗഢി, ആഠ്യത്വം എന്നൊക്കെ പറയുന്നൊരു സാധനം. അത് ഈ മുസ്ലിമിലെ ഉന്നത ഇതിൽ നിൽക്കുന്ന നാട്ടിലൊക്കെ ഉണ്ടാവും. അങ്ങനെ വലിയ കുടുംബങ്ങള് ഈ ഇസ്ലാം എന്നുള്ളതൊരു പ്രൗഢിയായിട്ട് കൊണ്ടുനടന്ന് അവര് അതിന് ചൂഷണം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള അവർക്ക് നാട്ടില് നല്ല ഇമേജ് കിട്ടാൻ, നല്ല സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മുസ്ലിംസിന്റെ സംഭവങ്ങൾ എടുത്തിട്ട് ബാക്കി ഹറാമാണെങ്കിൽ പോലും അത് അവർ ചെയ്യാൻ റെഡിയാണ്. ഹറാമായിട്ടുള്ള കാര്യങ്ങൾ, മുസ്ലിം നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യാനും, ഹലാലായിട്ടുള്ള അവരെ പ്രൗഢി, അവരുടെ കയ്യിലുള്ള ക്യാഷ് അല്ലെങ്കിൽ അവരുടെ 4 ആളെ ഇടയിൽ വലിയ നല്ല ഇമേജ് കിട്ടാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നടക്കുന്ന കുറച്ച്
അങ്ങനത്തെ എന്തെങ്കിലും സാറ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഞാനതല്ലേ തുടക്കത്തിൽ പറഞ്ഞു, ഇത് നേരത്തെ പറഞ്ഞ ഉത്തരത്തിന്റെ സാമ്പത്തികം ഞാൻ ചോദ്യമായിട്ടാണ് പറഞ്ഞ് കേട്ടപ്പോ എന്റെ മൈൻഡിൽ അപ്പോഴേ ഉണ്ട്. അത് കഴിഞ്ഞ് ഇത് തന്നെയാണ് ഇതിന്റെ റിവേഴ്സ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയാറുണ്ട് വിവാഹത്തിൽ ആർഭാടം പാടില്ല എന്ന് പറയുന്ന ഒരു വാദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരു ടോപ്പിക് ഞാൻ ഇതാണെങ്കിൽ പോലും ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാനിത് പറയാം. ഇതിലൊരു ഉദാഹരണമുണ്ട്, എന്റെ ഫാമിലി തന്നെ ഒരു ഉദാഹരണമുണ്ട്. നമ്മളെ മുൻ ഭാര്യയുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ്. അവിടെ ഇതേപോലെ ഒരു നമ്മളെ ബന്ധുവിൽ ഉണ്ടായിട്ടുള്ള അവർ പള്ളിയുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു, അതിന്റെ മുജാഹിദ് പള്ളിയിൽ. അപ്പോൾ ആ സമയത്ത് ആ പള്ളിയിൽ സ്ഥിരം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ ആർഭാട വിവാഹങ്ങൾ പാടില്ല. മുജാഹിദുകളുടെ ഇടയിൽ വലിയൊരു പ്രചാരത്തിലുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കല്യാണം വന്നപ്പോൾ അത് വലിയൊരു ആർഭാടപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 10,000-10,000 ആൾ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് വലിയ തോതിൽ പ്രശ്നമായി, വലിയ ചർച്ചയായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എടുത്ത് ചോദിച്ചു, എനിക്ക് കാശുണ്ട്, ഞാൻ നാട്ടുകാർക്ക് കാശ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചിട്ട് തടി ഊരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ അവർക്ക് ഹറാം അല്ലെങ്കിൽ അത് അള്ളാഹുവിനൊരു പേടിയില്ല ഇല്ല. അപ്പോൾ ഇതെല്ലാത്തിലും ഇപ്പം നമ്മൾ ഓരോ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ ചൂഷണത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴും അവിടെ നമ്മൾ പറയുന്നത് ഈ ബിരിയാണി എന്ന് പറഞ്ഞ സിനിമ, അതിനകത്ത് നമ്മൾ പറഞ്ഞൊരു വിഷയമാണിത്. ഈ കാര്യമാണ് അതിനകത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സ്ത്രീ ചലാക്രമം എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ അതിനകത്ത് പറയുമ്പോൾ അത് അഫ്ലുവൻ്റ് ആയിട്ടുള്ള കുടുംബങ്ങളിലല്ല ഇത് കൂടുതൽ പ്രശ്നം. ഇത് സാമ്പത്തികമായിട്ട് പിന്നീ നിൽക്കുന്ന സ്ത്രീകളെയാണ് കൂടുതൽ ബാധിച്ചിരുന്നത്. നമ്മളുടെ ഞാനൊരു ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരനാണ്. കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അങ്ങനത്തെ ടോക്കുകൾ കൂടുതൽ ഇരിക്കുന്ന ആളാണ്. ഈ പാഠം ഒന്നൊരു വിലാപം മൂവി പറഞ്ഞപ്പോ പറയാണ്, മീര ജാസ്മിന്റെ ഒരു മൂവി ഉണ്ട്. അതില് ആ കുട്ടീനെ കല്യാണം കഴിപ്പിക്കാന് തീവ്രത ഇത് കാണിക്കുന്ന കുറച്ച് മൂല്യന്മാരും പള്ളി കമ്മിറ്റിക്കാരൊക്കെയാണ് അതില്. സാറ് മൂവി കണ്ടിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ? കണ്ടതായിട്ടാണ് എന്റെ ഓർമ്മ. അതില് മീര ജാസ്മിന് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ ഫസ്റ്റ് മൂവിയാണ് അവളുടെ, മീര ജാസ്മിന്റെ. അപ്പോ അതില് ഒരു 16-15 വയസ്സായ കാണാൻ കൊള്ളാവുന്ന ഒരു മുസ്ലിം പെൺകുട്ടി, ഉമ്മ വിധവയാണ്, ഉമ്മയും അവളും തന്നെ ഉള്ളൂ ഇതിലുണ്ടാവുക. അപ്പോ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് ഇത്ര പ്രായമായിട്ടുള്ള ഒരു കുട്ടിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ശരിയല്ല, പഠിപ്പിക്കാനൊന്നും പാടില്ല, പഠനം നിർത്തണം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും, പഠനം നിർത്തണം, പഠിക്കാൻ പാടില്ല, പഠിച്ചത് മതി, കല്യാണം കഴിപ്പിച്ചു വിടണം എന്ന് പറഞ്ഞിട്ട്, അതായത് ആ ഉമ്മയെ സഹായിക്കുന്നത് പോലെ ആ വീട്ടിൽ വരികയാണ്. ഉമ്മ ആ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിടാൻ അതിന്റെ സാമ്പത്തികമൊക്കെ നമ്മൾ ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന രീതിയിൽ വന്ന് ആ കുട്ടിയെ വേറെ ആൾ കല്യാണം കഴിപ്പിച്ചിട്ട് അയാളെ മിസ്യൂസ് ചെയ്ത് അയാൾ തൊലാക്കിയല്ലോ. തൊലാക്ക് ചെല്ലിയ സമയത്ത് ഈ ഉമ്മ മനപ്രയാസം കാരണം മരണപ്പെടുകയും ചെയ്യും. ഈ ഇതൊരു ഗർഭിണിയായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയും ചെയ്യും. ആ സമയത്ത് പള്ളി കമ്മിറ്റിക്കാരും ഉന്നത മുസ്ലിമുകളൊന്നും ആ കുട്ടിയെ തിരിഞ്ഞു നോക്കൂല. പിന്നീട് അങ്ങോട്ട് ജീവിക്കാൻ വേണ്ടിട്ട് പ്രയാസപ്പെട്ട് വിധവയായിട്ട് ആ ഉമ്മാനെ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് ആ സിനിമ. അപ്പൊ ഇതൊക്കെ ഞാൻ കുറെ മുമ്പുണ്ട്, 10th പഠിക്കുന്നതിന് മുമ്പ് കണ്ട സിനിമകളാണ്. നമ്മള് ചിന്തിച്ചു തുടങ്ങുന്ന സമയത്ത് ഞാൻ കണ്ടത് ഇതൊക്കെയാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ സിനിമകൾ വലിയ തോതിൽ സ്വാധീനിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോ അതേപോലെ തന്നെ ഉള്ളൊരു കാര്യം, ഇപ്പൊ ഈ ഞാന് വലിയ സാമ്പത്തിക ഇതിൽ മുന്നോട്ട് നിൽക്കുന്നവര് ചെയ്യുന്ന കുറെ ഹറാം പറപ്പുകളുണ്ട് നാട്ടില്. പള്ളിയിൽ കമ്മിറ്റികളിലും ഹാജിയാരായിട്ട് പോകുന്നതും വലിയ കുടുംബമായുമുള്ള ആളുകളൊക്കെ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ലൈക്ക് ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ഒരു കല്യാണം 10,000 പേരെ വിളിച്ചു എന്ന് പറയുന്നത്. ഇത് ഞാൻ സംസാരിക്കുന്നത് ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും ഒന്ന് ബോധം വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതല്ല, അല്ലെങ്കിൽ ഇത് നമ്മളെ പോലെയുള്ള ആളുകൾ കേട്ടിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിക്കുമ്പോ ചിലപ്പോ ഇതിൽ വരുന്ന കോയമാരമാരും പോലെ തന്നെ ആയിരിക്കും അവരും മറുപടി കൊടുക്കുക. മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. മറുപടി കൊടുത്ത് മാറാൻ കേൾക്കാൻ തയ്യാറുള്ള ആളുകളാണെങ്കിൽ മാറിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ്. ഈ സുന്നത്ത് പോലും കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകള്, സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാജിബല്ലാത്ത ഇത് ചെയ്യുന്നതിനാണല്ലോ പറയാ, അതുപോലും കൃത്യമായിട്ട് കൊണ്ട് നടക്കുന്ന ചിട്ടയായിട്ടുള്ള മുസ്ലിം, അതായത് എല്ലാ കാര്യങ്ങളും കൃത്യം വെടിപ്പിനും ചെയ്ത് 5 നേരം നമസ്കാരം മറ്റേത് മറിച്ചത് എല്ലാതും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാള്. എന്താ പറയാ, ഇപ്പോ നമുക്ക് പലിശ ഹറാമാണ്. പലിശ ഹറാമാണ്. അപ്പോ ആ പലിശന്റെ ഇതുപോലൊരു എന്താ പറയാ അവിടെ പലിശ സംബന്ധമായിട്ട് ഇടപാട് നടത്തുന്ന ആളുകളോട് വലിയ നിഷിദ്ധമായിട്ട് കാണുന്നത്. അതായത് പലിശ നേരിട്ട് തിന്നുന്ന അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാളല്ല കേട്ടോ പറയുന്നത്. മനസ്സിലായി. ഇപ്പൊ ഒരു ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾ അങ്ങനെ ആവാം, അല്ലെങ്കിൽ ആ രീതിയില് അതുപോലെ നിഷിദ്ധമായിട്ട് കാണുന്ന വലിയ സുജായികള് നമ്മൾ പറയാം. അതെ, ഞാൻ സുജായി എന്ന് പറയുന്നത് നല്ല ഇതല്ല, മോശമായിട്ട് തന്നെ ഞാൻ പറയുന്നത്. മനസ്സിലായി. അതെ, നമ്മളെ നാട്ടിലൊരു ഭാഷയാണ്.
അപ്പൊ അങ്ങനത്തെ ആളുകള് ഇപ്പൊ അവരെ വീട്ടില് ഞാൻ അറിയുന്ന ഒരു ഫാമിലി ഉള്ള ഒരാള് എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതാണ്. ഞാനിങ്ങനെ സംസാരിച്ചപ്പോ അവരെ വീട്ടിലൊരാൾ മരിച്ചു. വീട്ടിലൊരാൾ അത്യാവശ്യം നല്ല നല്ല സാമ്പത്തികമായിട്ട് മുന്നിലുള്ള ഒരാളാണ്. അപ്പൊ എന്നോട് പറയാം, ഞാൻ ഈ സാമ്പത്തികം ഈ ഹറാമുകളെ മാറ്റി നിർത്തുന്ന ഒരു ടോപ്പിക് വന്നത് സംസാരിച്ചാണ്. അവരുടെ ഒരാൾ മരിച്ചു. അവരുടെ വീട്ടിലെ ഉപ്പൂപ്പ മരിച്ചപ്പോ ആണ്ട് നടത്തൂല നമ്മള്, ഇപ്പൊ 16 40 ആ നടത്തുന്ന ആണ്ട് നടത്തുന്നതില് അവിടെ ഉള്ളൊരു രീതിയാണ്. ഒരുപാട് വിഭവങ്ങളുണ്ട്. ഓക്കെ, 5-6 വിഭവങ്ങളുണ്ട്. ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. വിളിക്കുന്നതൊക്കെ ഓക്കെ, നല്ല നല്ല കാര്യമാണ്. പക്ഷെ അതിലെ പ്രശ്നം എന്താ വെച്ചാൽ സ്ക്രീനൊക്കെ വെച്ചിട്ടാ, വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ട് മൗലൂദ് ഓതുന്നതൊക്കെ സ്ക്രീനിൽ കാണുന്നുണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ വേറെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാല് മരണത്തിന്റെ സമയത്തല്ല, പിന്നീട് 40-നും ഇതിനൊക്കെ മൗലൂദ് സമയത്താണ്. സ്ത്രീ പുരുഷ സംസർഗം അവിടെ ഉണ്ടോ? അത് ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ. ഇതില് പറഞ്ഞ മാതിരി നിങ്ങളെ ഒരു ഇത് കേട്ടിട്ട് ഞാൻ കുറെ ചിരിച്ചതാണ്. നമ്മുടെ സ്വന്തം വീട്ടിലെ ആളുടെ നിക്കാഹ് ആണെങ്കിൽ പോലും ബാക്കിലൂടെ കയറി വരുന്ന മുസ്ലിം സ്ത്രീകളുടെ നാടാണ് മലപ്പുറം. അതൊന്നും ഇനി ബോധം എന്നാണ് വെക്കാന്ന് അറിയൂല. അപ്പൊ സ്വന്തം കുട്ടിയുടെ നിക്കാഹ് ഞാൻ തന്നെ അത് ആലോചിച്ച് കുറെ ഇരുന്ന് പോയിട്ടുണ്ട്. കാരണം നമ്മളെ സ്വന്തം വീട്ടിലെ കുടുംബക്കാരെയാണ് നമ്മൾ സംശയിക്കുന്നത്. സ്വന്തം അതിനെ എതിർത്തവൻ ആരായി? ആ വീട്ടിലെ ഏറ്റവും വലിയ കാഫറായി, ശൈത്താനായി. അത് പറഞ്ഞവൻ സ്വന്തം കുട്ടിയുടെ നിക്കാഹിന് ഉമ്മക്ക സ്റ്റേജിൽ ഇരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കതിലൊരു തോന്നുന്നില്ല. ഞാൻ അതേപോലെ തന്നെ ഈ കല്യാണത്തിന് വരുന്ന സമയത്ത് ഷീറ്റ് മറച്ചിട്ട് ബാക്കിലൂടെ വേണം വരാനും സ്ത്രീകള്. വേറെ വഴിയാണ്, വേറൊരു വഴിയാണ്. അത് അവര് വരുന്ന അതിലാദ്യം ഞാനിപ്പോ നേരത്തെ ഈ മൂല്യന്മാരെ പറഞ്ഞതുപോലെ ഇതിൽ സ്ത്രീകളെ നമ്മൾ കുറ്റം പറയണം. മുഖം അവരാ ഷാള് കൊണ്ടൊരു മുഖം മറച്ചിട്ടൊരു പോക്കുണ്ട് ഇവിടെ. അതും നമ്മൾ ഇതൊക്കെ കാണല്ലേ നമ്മളെ നാട്ടിലിപ്പോ. ഇന്നലെ മിനിഞ്ഞാന്ന് ഈ ഒരു മൗലൂദിന് പോയപ്പോ കണ്ട കാര്യമാണ് ഇപ്പൊ ഞാനീ പറയുന്നത്. ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് ഇതിന്റെ ഉള്ളിൽ എന്തോ ഞാനൊന്നും ചിരിച്ചു. വരുന്ന സമയത്ത് ഷാൾ കൊണ്ട് മറച്ചിട്ട് അപ്പുറത്ത് കൂടെ ആണ് പോകുന്നത്. ഇതൊക്കെ എന്തിനാ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഈ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്നത് അല്ല, ഞാൻ പറഞ്ഞല്ലോ, മതം ഏറ്റവും അനുകൂല ഘടകമായി മാറുന്നത് സമൂഹത്തില് ആ മതത്തിനകത്തുള്ള ധനാഢ്യരായിട്ടുള്ള വിശ്വാസികൾക്കാണ്. അവർക്കത് പവറാണ്, അവർക്ക് അത് ഉപയോഗിക്കാം. അവർ എല്ലാ തെണ്ടിത്തരത്തിനും അത് കൂട്ടുവെക്കും. ഈവൻ കള്ളു കുടിക്കാം, എന്തും ചെയ്യാം, ആരും ഒന്നും ചോദിക്കില്ല. നിസ്കാര താഴ്മുണ്ടായാൽ മതി, എല്ലാ വെള്ളിയാഴ്ച പോയാൽ മതി, പള്ളി കമ്മിറ്റിയിലുണ്ടെങ്കിൽ ജോറായി. ഓക്കെ, ഒരു മുസല്ല എടുത്തിട്ട് അങ്ങ് പോയാല് അവര് നാട്ടിലെ ഭയങ്കര സുജായികളായി. എന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നിട്ട് ഈ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഞങ്ങള് ഇത് കൊടുത്തൂന്ന്, ഈ ഇറച്ചി കൊടുത്തൂന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു മാനുഷിക ഒരു പരിഗണന പുറത്ത് ചെയ്യുന്ന നമ്മളെ ഇവര് ഭയങ്കര എന്താ പറയാ, വളരെ മോശമാക്കിട്ട് സംസാരിക്കും. എന്തിനത് ചെയ്തു അങ്ങനെ അതിനെ ചോദ്യം ചെയ്യും. എന്നിട്ട് നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളും ഇവര് കൊണ്ട് നടക്കുകയും ചെയ്യും. അങ്ങനെ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു അവസാനം പോകുന്നതിന് മുന്നേ ഒരു കാര്യം, ഇപ്പൊ സാധാരണ നമ്മളുടെ ഈ കോള് കാര്യങ്ങളൊക്കെ നിങ്ങളെപ്പോലെ പല ആളുകളും ഇടയ്ക്ക് വിളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതിപ്പോ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നിങ്ങളെപ്പോലെ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഈ പരിപാടിയുടെ പൊതുവായിട്ടുള്ള രീതിയോട് വളരെ വിയോജിപ്പാണ് പൊതുവെ ആളുകൾ പറയാറുള്ളത്. ഞാൻ ഭയങ്കര മുസ്ലിം വിരുദ്ധനാണ് എന്നൊക്കെയാണ് പൊതുവെ പറഞ്ഞു വെക്കാറുള്ളത്. അതുപോലെ ഞാൻ ഭയങ്കര ഹാർഷാണ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് മയപ്പെടുത്തണം എന്നൊക്കെ പറയുന്ന ആളുകളും ഉണ്ട്. അവരോടും കൂടി 2 വാക്ക് പറയാവോ എന്തെങ്കിലും? അല്ല, അത് നമ്മളിപ്പോ ഒരു സംഘടനയില്, ഞാൻ മതം മാത്രം പറയുന്നില്ല, ഏതൊരു സംഘടനയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മള് കാത്തു സൂക്ഷിച്ചു നടക്കുന്ന വിശ്വാസങ്ങളായിക്കോട്ടെ, ഇതിനൊക്കെ എതിർക്കുക തന്നെ ചെയ്യും. എല്ലാവരും 100 ആളുകൾ ഉണ്ടെങ്കിൽ 100 ആളും നമ്മൾ വിചാരിച്ചതുപോലെ ഒരിക്കലും ഉണ്ടാവില്ല. അതിലൊരുപാട് പേര് വിചിത്രമായിട്ടുണ്ടാവും, വ്യത്യസ്തരായിട്ടുണ്ടാവും. ഇത് മനുഷ്യരുടെ ലോകമാണ്. ഒരുപാട് ചിന്തകൾ ഉണ്ടാവും. നമ്മൾ ജീവിതത്തിൽ നിന്ന് വിട്ടിരിക്കുന്ന നമ്മളെ ചിന്തകളാണ്. ഒരുപാട് ചിന്തകൾ ഉണ്ടാവും. നമ്മളുടെ അത്രയും അടിയുറച്ച വിശ്വാസത്തിന് തോന്നുന്ന രീതിയിൽ പല ആളുകളും സംസാരിക്കുകയും ചെയ്യും. അതിനൊക്കെ നമ്മൾക്ക് ഈ നിങ്ങളുടെ ഇതിൽ വരുന്ന ആളുകളുടെ മറുപടി എന്നൊക്കെ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കലും അങ്ങനെയല്ല. അതിന് നമ്മൾക്ക് കൊടുക്കാനുള്ള കൃത്യമായിട്ടുള്ള മറുപടികളോട് ക്ഷമയോട് കൊടുക്കണം. ഈ ലോകത്ത് നമ്മൾ വന്നു, ഇനി കുറച്ചു കാലം ജീവിക്കും, മരിക്കും. അപ്പൊ ഇവിടെ നമ്മളുടെ ചുറ്റും സമാധാനം പങ്കിടണം. മനുഷ്യർക്ക് സമാധാനത്തോടെ സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാനുള്ള
ഒരു അന്തരീക്ഷം ഉണ്ടാവണം. അതാണ് എല്ലാ മതവും പറയുന്നത്, എല്ലാ സംഘടനകളും അങ്ങനെ ആയിരിക്കണം പറയേണ്ടത്. കാരണം നമ്മളിവിടെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്, രോഗങ്ങളായിട്ടും പല കാര്യങ്ങളും, സുനാമി, രോഗങ്ങള്, മറ്റേത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളുടെ മരണം, അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ് ജീവിതം. അവിടെ മതം നമുക്കൊരു തടസ്സമാവരുത്, ഒന്നും നമുക്കൊരു തടസ്സമാവരുത്. അപ്പോ നമ്മൾക്ക് ഇതേപോലെയുള്ള തുടർന്ന് ചർച്ചകൾ ഉണ്ടാവുമ്പോ, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ആളുകൾക്കൊരു മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാതെ, എന്റെ മതത്തെ ചോദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളെ കുത്തി പരിക്കേൽപ്പിക്കാതെ, വാക്കുകൾ കൊണ്ടായാലും ശരി, ആയുധങ്ങൾ കൊണ്ടായാലും ശരി, കുത്തി പരിക്കേൽപ്പിക്കാതെ നല്ല രീതിയിൽ അത് തുറന്ന് സംസാരിക്കാം. മതം മാത്രമല്ല ഞാൻ പറയുന്നത്, ഏതൊരു കാര്യത്തിനും അങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോട് കൂടിയിട്ട് ജീവിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇപ്പൊ നമ്മള് ഇതിൽ ഹൂറി, താത്ത, നബിയെ നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ. അതിന് ഈ പറയുന്ന ഇപ്പൊ നമ്മളിങ്ങനെ പറയും, ഒരു എന്താ പറയാ, ദൈവത്തിനെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്തിന് അറിയാം, അങ്ങനത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്താ പറയാ, അപ്പൊ നമ്മള് ദൈവത്തിനെ സൂക്ഷിക്കാൻ ദൈവം തന്നെ മതി, ദൈവം തന്നെ അറിയണം. നമ്മള് വെറും മനുഷ്യന്മാരാണ്. അപ്പോ ദൈവത്തിനെ സൂക്ഷിക്കാൻ ദൈവത്തിനെ അറിയണം, കഴിയണം. അതിന് നമ്മൾ അത്രയ്ക്കൊന്നും നമ്മൾ ദൈവത്തിന് ഗുണ്ടയാകണ്ടെന്ന് ആവണ്ട. നമ്മള് മനുഷ്യനായ സാധാ വെറും മനുഷ്യന്മാരായാൽ മതി. നമ്മള് ഇതിനും സന്തോഷം ഉണ്ടാവുക, മാനസിക പരിഗണനക്ക് വില കൊടുക്കുക, എന്നിട്ട് നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾക്ക് അത് സന്തോഷം തരുന്നുണ്ടെങ്കിൽ, നമുക്ക് പല കാര്യങ്ങൾക്കും പ്രതീക്ഷ തരുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് നേടാനുള്ള കാര്യങ്ങൾക്ക് പ്രതീക്ഷ തരുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ മുമ്പോട്ട് പോവാ. അത്രേ ഉള്ളൂ എനിക്ക് ഇതിൽ പറയാനുള്ളത്. എന്തായാലും വളരെ നന്ദി വിളിച്ചതിൽ. അപ്പൊ നമുക്ക് നമ്മളുടെ ശൈലിയിൽ മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതായാലും നിങ്ങളെ പോലത്തെ ആളുകൾ അനിവാര്യമാണ്. പിന്നെ എനിക്ക് ഒരിക്കൽ കൂടി പറയാനുണ്ട്, നിങ്ങളുടെ ഈ കാര്യങ്ങൾ കേൾക്കാനും ഇതിനെ ഇടയാക്കി തന്ന വിപിൻ സാറാണ്. മുക്കത്തുള്ള ആളാണ്. നിങ്ങളുടെ ഭയങ്കര ഫാനാണ് കേട്ടോ. നിങ്ങളുടെ ഭയങ്കര ഫാനാണ് ആള്. വിപിൻ പണ്ട് ഒരു ഡ്രൈവർ ആയിരുന്നു. അല്ല, വിപിൻ സാർ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ PE ടീച്ചറാണ്. അതാ ഞാൻ ചോദിച്ചത്, ആള് ഡ്രൈവർ ആയിരുന്നു. ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അത് എനിക്ക് അറിഞ്ഞോ, ഞാനിപ്പോ ഒരു കൊല്ലമായിട്ട് പരിചയപ്പെട്ടിട്ടുള്ളൂ. വിപിൻ ചാത്തമംഗലത്താണോ? മുക്കമാണ്. എന്തായാലും ആ വിപിന് വലിയൊരു നന്ദി പരിചയപ്പെടുത്തി കൊടുത്തതിനും. ഇതുപോലെ നിങ്ങളുടെ ഭയങ്കര ഫാനാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ കാണാം. അപ്പൊ ഞാനും നിങ്ങളുടെ ഒരു ഫാന് എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് നിങ്ങളോടുള്ള ഒറ്റ റിക്വസ്റ്റ് ഉള്ളൂ, നിങ്ങൾ എക്സ് മുസ്ലിം ഒന്നും ആകരുത്. നിങ്ങൾ ഇപ്പം നിൽക്കുന്ന നിലയിൽ നിന്ന് കൂടുതൽ മുസ്ലിങ്ങളുടെ അടുത്ത് സംസാരിച്ച് അവർക്ക് കുറച്ച് ബോധം വെപ്പിച്ചു കൊടുക്കുക. അതാവട്ടെ നിങ്ങളുടെ ഫിസിക്കൽ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നടക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ശരി, അസ്സലാമലൈക്കും. ഞാൻ കളിയാക്കിയതാണ് കേട്ടോ. ശരി എന്നാ, ബൈ. ഓക്കെ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.